ഏലക്കാപ്പൊടി ചേർക്കാം. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച പൊടിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന റേസിൻസും കാഷ്നട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് തുളസി ഇലയുടെയും അല്ലെങ്കിൽ പഴമൊക്കെ ചേർക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ ആ 2 സ്റ്റെപ്പും അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അടിപൊളി നെയ്പായസം റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിലുള്ള നെയ്പായസമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതേപോലെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ നെയ്പായസം നന്നായിട്ട് കഴിച്ചോളും. ഇനി നമുക്ക്